Welcome to Entrance Physics Part 24. ഈ നേരത്തെ 23 പോസ്റ്റിങ്സ് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇനിയും ചെയ്യുന്നത് ടോപ്പിക് വൈസായിട്ട് ആദ്യം അതിൻ്റെ ഷോർട്ട് കട്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എന്നിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇതിപ്പോൾ ട്രാൻസ്ലേഷണൽ മോഷൻ, റെക്റ്റിലീനിയർ മോഷൻ, അവിടെ ആവറേജ് വെലോസിറ്റി സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ വസ്തു ചലിക്കുന്ന ഡയറക്റ്റ് ലൈനിൽ തന്നെ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അതാണ് റെക്റ്റിലീനിയർ മോഷൻ. ഒന്നുകിൽ ഫോഴ്സ് വസ്തുവിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷനിൽ തന്നെ ഫോഴ്സ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അതിനെതിരെ ഫോഴ്സ് അപ്ലൈ ചെയ്യുക. ആദ്യത്തെ കേസിൽ വെലോസിറ്റി കൂടും, രണ്ടാമത്തെ കേസിൽ വെലോസിറ്റി കുറയും, പക്ഷെ പാത്ത് സ്ട്രെയിറ്റ് ലൈൻ തന്നെയായി തുടരും. അവിടെ നമ്മൾ വെലോസിറ്റിയുടെ ഒരു ഡയറക്ഷനിൽ തന്നെ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ അത് സ്പീഡിന് തുല്യമാണ്. പക്ഷെ സർക്കുലർ മോഷനിലും അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൽ പോയിട്ട് തിരിച്ച് വരുന്ന കേസ് പറയുമ്പോഴും ഒക്കെ വ്യത്യാസം വരാം. അപ്പോൾ ഒരു ഡയറക്ഷനിൽ തന്നെ സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുമ്പോൾ ഓരോ പോയിന്റിലും എത്തുമ്പോൾ ഉള്ള വെലോസിറ്റി എത്രയാണോ അത് വെലോസിറ്റി വെക്ടറാണ്. അതിൻ്റെ മോഡുലസ് എടുത്താൽ അതാ സ്പീഡ്. അത് ഈ കേസിൽ അത് ബാധകമാകും. ഈ അവിടെ നമുക്ക് ചില കാര്യങ്ങളൊന്നും അറിയണം. ആദ്യം ആവറേജ് വെലോസിറ്റി രണ്ട് രീതിയിൽ കാണാം. ഒന്ന് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം, S/T. അതല്ലെങ്കിൽ രണ്ട് വെലോസിറ്റിയുടെ ആവറേജ് എടുക്കുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള വെലോസിറ്റി, സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്രയാണോ അത് അതിൻ്റെ U. അതെവിടുന്നേലും സ്റ്റാർട്ട് ചെയ്തോട്ടെ. നമ്മളതിനെ നിരീക്ഷിക്കാൻ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി എത്രയാണോ അതാണ് നമ്മൾ U ആയിട്ട് എടുക്കുന്നത്. നമ്മൾ നിരീക്ഷണം അവസാനിപ്പിക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്രയാണോ അതാണ് V, ഫൈനൽ വെലോസിറ്റി ആയിട്ട് എടുക്കുന്നത്. ഈ രണ്ടിൻ്റെയും കൂടെ ആവറേജ് പറഞ്ഞാലും അത് ആവറേജ് വെലോസിറ്റി, അതായത് U + V/2. അപ്പോൾ ആവറേജ് വെലോസിറ്റി V എന്ന് കൊടുക്കുന്നു, ഈക്വൽസ് S/T ഈക്വൽസ് U + V/2. ഇതിൽ നിന്നും ഇത് വളരെ യൂസ്ഫുള്ളാണ്. കാരണം ഇപ്പോൾ ടവറിൻ്റെ മുകളിൽ നിന്ന് കല്ല് ഡ്രോപ്പ് ചെയ്തു, ചവിട്ടി വരുമ്പോൾ ഉള്ള വെലോസിറ്റിയും തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. എങ്കിൽ ടവറിൻ്റെ ഹൈറ്റ് എത്ര എന്ന് കാണാൻ ഈ ടെക്നിക്ക് എളുപ്പം. കാരണം അവിടെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ U 0 ചവിട്ടി വരുമ്പോൾ വെലോസിറ്റി V അത് എത്രയാണെന്ന് തരുന്നു. എങ്കിൽ അതിൻ്റെ ആവറേജ് 0 + V/2 എന്ന് പറഞ്ഞാൽ V/2. അപ്പോൾ തന്നിരിക്കുന്ന വെലോസിറ്റിയുടെ ഹാഫ് എടുക്കുക, എന്നിട്ട് ടൈം കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഹൈറ്റ് ഓഫ് ദി ടവറായി. അല്ല വളഞ്ഞ് പോകേണ്ട, അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒന്നും ഉപയോഗിക്കേണ്ട, നേരിട്ടങ്ങ് ചെയ്യാം. നമ്മൾ ക്വസ്റ്റ്യൻസ് ഇത് കഴിഞ്ഞ അടുത്ത പോസ്റ്റിങ്ങിൽ ക്വസ്റ്റ്യൻസ് കാണും ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ കൂടുതൽ വ്യക്തമാകും. ഇനി നമുക്ക് ആക്സിലറേഷൻ രണ്ട് രീതിയിൽ പറയാം. ഒന്നുകിൽ V - U/T, V = U + AT, അല്ലെ A = V - U/T. അതല്ലെങ്കിൽ V² - U²/2s, V² = U² + 2as. അവിടുന്ന് A എടുത്താൽ V² - U²/2s. ഇത് ഈ ഫോമിൽ ഉപയോഗിക്കാൻ തലയിൽ ഇങ്ങനെ വരണം എൻട്രൻസിനൊക്കെ. ഈ V² - U² എന്നുള്ള ഫാക്ടറൈസ് ചെയ്യാം, V + U × V - U/2s എന്ന് എഴുതാം. അപ്പോൾ ചോദ്യത്തിൽ ചിലപ്പോൾ രണ്ട് വെലോസിറ്റിയുടെ സമ്മും ഡിഫറൻസും തരും. എന്നിട്ട് S കാണാനോ അല്ലെ A കാണാനോ ഒക്കെ ചോദിച്ചാൽ ഇതാ ഉപയോഗിക്കേണ്ടത്.
രണ്ട് വെലോസിറ്റിയുടെ സമ്മും ഡിഫറൻസും തരുന്നു എങ്കിൽ എ തന്നിട്ട് എസ് കാണാൻ ചോദിച്ചാൽ, അല്ലെങ്കിൽ എസ് തന്നിട്ട് എ കാണാൻ ചോദിച്ചാൽ ഇതങ്ങ് ഉപയോഗിച്ചാൽ മതി. സം ഇൻറ്റു ഡിഫറൻസ് ഈക്വൽസ് ടു എ എസ് എന്നെടുത്താൽ മതി. അത് ചോദ്യം കാണാം. അടുത്തത് യൂണിഫോം മോഷൻ എന്ന് സ്ട്രെയിറ്റ് ലൈൻ കേസിൽ പറയുമ്പോൾ സ്പീഡും ഡയറക്ഷനും മാറുന്നില്ല. വെലോസിറ്റി എപ്പോഴും ഒരേ ഡയറക്ഷനില്ല, എൻ്റെ മാഗ്നിറ്റ്യൂഡും കോൺസ്റ്റൻ്റാണ്. അങ്ങനെയാണെങ്കിൽ ആ യൂണിഫോം മോഷൻ എന്ന് പറയുമ്പോൾ ആ സമയത്തുള്ള വെലോസിറ്റിക്ക് യൂണിഫോം വെലോസിറ്റി എന്ന് പറയുക. വെലോസിറ്റി യൂണിഫോം ആണ്, ആക്സിലറേഷൻ 0 എങ്കിൽ ദൂരം കാണാൻ വെറുതെ ആ യൂണിഫോം വെലോസിറ്റി ഇൻറ്റു ടൈം, എസ് ഈക്വൽസ് യൂണിഫോം വെലോസിറ്റി ഇൻറ്റു ടൈം. അത് സിമ്പിളാണ്. ഇനി എ ബോഡി മൂവിങ് വിത്ത് കോൺസ്റ്റൻ്റ് ആക്സിലറേഷൻ ഹാസ് ആവറേജ് വെലോസിറ്റി v1 bar during time interval t1 and v2 bar during the next time interval t2. Then acceleration, അതായത് t1 എന്ന് പറയുന്ന ഒരു സമയം, ആ സമയത്ത് ഒരു വസ്തുവിൻ്റെ ആവറേജ് വെലോസിറ്റി v1 ബാർ, അത് കഴിഞ്ഞുള്ള ഒരു ടൈം ഇൻ്റർവൽ t2, ആ സമയത്തെ ആവറേജ് വെലോസിറ്റി v2 ബാർ എങ്കിൽ ആക്സിലറേഷൻ എത്ര എന്നൊക്കെ ചോദിച്ചാൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. എ ഈക്വൽ v മൈനസ് യു ബൈ ടി. ഇവിടെ വിക്ക് പകരം v2 ബാർ ഫൈനൽ ആവറേജ് വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ ആവറേജ് വെലോസിറ്റി ബൈ ടൈം. ഈ ടി എന്ന് പറയുന്നത് ആ തന്നിരിക്കുന്ന രണ്ട് സമയത്തിൻ്റെ ആവറേജാണ്, t1 പ്ലസ് t2 ബൈ 2. അപ്പോൾ എ ഈക്വൽസ് v മൈനസ് യു ബൈ ടി എന്നുള്ള ഓർത്താൽ മതി. വിയുടെ സ്ഥാനത്ത് v2 ബാർ, യുവിൻ്റെ സ്ഥാനത്ത് v1 ബാർ ബൈ ടിയുടെ സ്ഥാനത്ത് t1 പ്ലസ് t2 ബൈ 2. അത് ഇത് വെച്ച് നേരത്തെ പ്രോബ്ലമൊക്കെ ചെയ്തിട്ടുണ്ട്. അത് എളുപ്പം ചെയ്യാവുന്ന കാര്യമാണ്. ഒരു 10-15 സെക്കൻഡ് മതി. അടുത്ത ഇനി ഓവർടേക്ക് ചെയ്യുന്ന പ്രോബ്ലംസ് വരും. രണ്ട് ട്രെയിന് ഒരേ ഡയറക്ഷനിൽ പോകുന്നു, ഒന്നൊന്നിൻ്റെ പുറകെ എപ്പോൾ ഓവർടേക്ക് ചെയ്യും, എത്ര ദൂരം ഓടിയിട്ട് ഓവർടേക്ക് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമല്ലോ. അവിടെ എല്ലാം റിലേറ്റീവ് വെലോസിറ്റി വേണം ഉപയോഗിക്കാൻ എളുപ്പത്തിൽ. ഇവിടെ ബി എന്ന് പറയുന്ന ഒരു വസ്തു vb വെലോസിറ്റിയിൽ ഇങ്ങോട്ട് പോകുന്നു, അതിന് പുറകെ എന്ന് പറയുന്ന ഒരു ട്രെയിനോ കാറോ ബസ്സോ എന്തെങ്കിലും ആയിക്കോട്ടെ va എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ഇങ്ങോട്ട് പോകുന്നു. ഇവർ തമ്മിൽ d അകലത്തിൽ എത്തുന്ന സന്ദർഭത്തിൽ എ ആക്സിലറേറ്റ് ചെയ്യുകയോ അല്ലെ എന്തെങ്കിലും ചെയ്യുന്നു, അല്ലെങ്കിൽ എക്ക് സ്പീഡ് കൂടുതലോ ഒക്കെ ആണെങ്കിൽ എത്ര സമയം കൊണ്ട് ഇതിനെ ഓവർടേക്ക് ചെയ്യും, ഇങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ചെയ്യേണ്ടത് ഈ ബി എ നമ്മൾ വെർച്വൽ റെസ്റ്റിൽ കൊണ്ടുവരണം. ഇതിനെ അങ്ങ് പിടിച്ചു നിർത്തണം നമ്മൾ തിയറിറ്റിക്കലായിട്ട്. വെർച്വൽ റെസ്റ്റിൽ കൊണ്ടുവരിക. അതിന് ചെയ്യേണ്ടത് എന്താ, ഈ വെലോസിറ്റി അങ്ങ് ക്യാൻസൽ ചെയ്യത്തക്കവണ്ണം ഇതിന് മറ്റൊരു വെലോസിറ്റിയോട് കൊടുക്കുക. അത് ഇത് തന്നെ തിരിച്ചു കൊടുത്താൽ മതി. ഇങ്ങോട്ട് വി ബി ഉണ്ട്, തിരിച്ചൊരു വി ബിയും കൂടെ അതിന് കൊടുക്കുക. അപ്പോൾ ഈ വി ബിയും കൂടെ റിസൾട്ടൻ്റ് വി ബി മൈനസ് വി ബി 0 ആയി. ഇതിന് കൊടുത്ത വി ബി ഇതിനും കൊടുക്കണം. അപ്പോൾ ഇതിന് ഓൾറെഡി വി എ ഉണ്ട്, ഒരു വി ബിയും കൂടെ കൊടുക്കുക. അപ്പോൾ ഇവിടെ ചെയ്ത പണി തന്നെ ഇവിടെയും ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി വി ബി മൈനസ് വി എ, വി ബി മൈനസ് വി എ അല്ലെ വി എ മൈനസ് വി ബി, അത് വിച്ച് പറയും ഗ്രേറ്റർ ഏതാണെന്ന് വെച്ചാൽ ചെയ്തോണം. എന്നിട്ട് ഇതിപ്പോൾ നിൽക്കുക, എത്ര സമയം കൊണ്ട് ഓടി അടുക്കുമെന്ന് നോക്കിയാൽ മതി ഇതിനെ. അപ്പോൾ ഇതിൻ്റെ യു എന്ന് പറയുന്നത് ഈ വി എ മൈനസ് വി ബി ആണ്, എസ് എന്ന് പറയുന്ന ഡി ആണ്. എങ്കിൽ
ടി തന്നിട്ടുണ്ട് എ കാണാം, അല്ലെ എ തന്നിട്ടുണ്ട് ടി കാണാം. അപ്പോൾ 2 ഫാക്ടർ ഇവിടെ അറിയാം, 2 ഫാക്ടർ അറിയാം, യു അറിയാം, വി എ മൈനസ് വി ബി. ഇതാ റിലേറ്റീവ് വെലോസിറ്റി എസ് ഈക്വൽസ് ഡി. പിന്നെ ടി യു എയോ ഉള്ളത് അത് ചോദ്യത്തിനകത്ത് ഏതെങ്കിലും ഒന്ന് കാണും, മറ്റേത് കണ്ടുപിടിക്കുക. ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാ? എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ സംഗതി സോൾഡായി. വളരെ എളുപ്പമാണ്. ഇത് ഈ ടൈപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യും. ഇപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ ഇത് ഇന്ന് ചർച്ച ചെയ്തതിൻ്റെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അടുത്ത പോസ്റ്റിങ് വരും. ഇനി അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് മോഷൻ. അതായത് ഇതിപ്പോൾ ഒരു പാർട്ടിക്കിൾ വി വെലോസിറ്റിയിൽ ഇങ്ങോട്ട് പോവാം. ഇതിന് എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സോടുകൂടി ഇങ്ങോട്ട് പിടിക്കുന്നുണ്ട്, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട് 90 ഡിഗ്രിയിൽ. എങ്കിൽ ഇവിടുത്തെ സിറ്റുവേഷൻ ഡൈനാമിക്സ് എന്താ എന്നുള്ളതാണ് പ്രശ്നം. ഒരു കാര്യം ഓർക്കേണ്ടത്, ന്യൂട്ടൻ്റെ ലോ അനുസരിച്ച് എഫ് ഈക്വൽസ് എം എന്ന. എഫ് വെക്ടറാ, എയും വെക്ടറാ, എം സ്കെയിലറാ. വെക്ടർ രണ്ട് വെക്ടർ കൂടെ വന്നിട്ടുണ്ട്, ഈക്വൽ സൈൻ്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട്. 2 വെക്ടർ ഈക്വൽ ആയിരിക്കണമെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ സെയിം ആയേ പറ്റൂ. അപ്പോൾ ഫോഴ്സ് എങ്ങോട്ടാണോ അങ്ങോട്ടായിരിക്കും ആക്സിലറേഷൻ. ഇവിടിപ്പോൾ ഈ ഡയറക്ഷൻ ഓഫ് മോഷന് പെർപെൻഡിക്കുലറായിട്ടാണ് ഫോഴ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് ഇതിനൊരു ആക്സിലറേഷൻ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ വെർട്ടിക്കലാന്നിരിക്കട്ടെ, വെർട്ടിക്കലായിട്ട് ഇതിനൊരു ആക്സിലറേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഈ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിന് ഇതുകൊണ്ട് ഒരു ചേഞ്ചും വരില്ല. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡൻസ്. പെർപെൻഡിക്കുലറായിട്ട് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ ഓഫ് മോഷന് പെർപെൻഡിക്കുലറായിട്ട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കൊണ്ട് ആ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറില്ല, ഡയറക്ഷനും മാറില്ല. മൊത്തം ഡയറക്ഷൻ മാറും. കാരണം ഇതിന് പുതിയൊരു വെലോസിറ്റിയും കൂടെ ഉണ്ടാവുക. ഈ ഫോഴ്സ് ഉള്ളത് കൊണ്ട് ഈ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഇതിനൊരു പുതിയ ആക്സിലറേഷൻ ഉണ്ടായി. അതുകൊണ്ട് തന്നെ അതിന് പുതിയൊരു വെലോസിറ്റി ഉണ്ടാകും. അപ്പോൾ വെർട്ടിക്കലായിട്ട് എടുക്കുമ്പോൾ ഇത് u0 a ഈക്വൽസ് എഫ് ബൈ എം. എന്നിട്ട് ഈ 0യിൽ നിന്ന് വെർട്ടിക്കലായിട്ടുള്ള ഡയറക്ഷനിൽ വെലോസിറ്റി ക്രമമായിട്ട് കൂടാൻ തുടങ്ങും. പക്ഷേ അപ്പോഴും വി ഹൊറിസോണ്ടലായിട്ട് സെയിമായിട്ട് തന്നെ നിൽക്കും. അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. പുതിയൊരു വെലോസിറ്റി ഉണ്ടാകും. എന്നിട്ട് ഈ 2 റിസൾട്ടൻ്റ് ഇങ്ങോട്ടൊരു വെലോസിറ്റി ഉണ്ടാകും. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് വേണം അപ്പോൾ എടുക്കാൻ. വെർട്ടിക്കൽ മോഷൻ എടുക്കുമ്പോൾ ഇതിൻ്റെ u0 എന്നെടുക്കണം. കാരണം ഇത് ഹൊറിസോണ്ടലായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആക്സിലറേഷൻ ഉണ്ടാവുന്നേ ഉള്ളൂ, അപ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ u0 വെർട്ടിക്കൽ മോഷനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ റെസ്റ്റിൽ നിന്നും താഴോട്ട് ഇത് ആക്സിലറേറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ വെർട്ടിക്കൽ വെലോസിറ്റി ഇതിന് ഉണ്ടായി വരുന്നു. ആ വെർട്ടിക്കൽ വെലോസിറ്റി ഈ ഹൊറിസോണ്ടൽ വെലോസിറ്റിക്കുള്ള റിസൾട്ടൻ്റ് ഏതോ ആ ഡയറക്ഷനിലായിരിക്കും പിന്നീട് ഇതിൻ്റെ ചലനം. പക്ഷേ ഈ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇതേത് ഭാഗത്ത് വന്നാലും ഇങ്ങോട്ട് വി ഉണ്ടാവും. ത്രൂ ഔട്ട് ദി മോഷൻ വി വിൽ റിമെയിൻ അൺഅഫക്റ്റഡ് ബൈ ദി ഫോഴ്സ്. ഇതാണ് നമ്മൾ ഹൊറിസോണ്ടലായിട്ടൊരു കല്ലെടുത്ത് എറിഞ്ഞാൽ സംഭവിക്കുക. എറിയുന്ന സമയത്ത് നമ്മൾ കൊടുത്ത വെലോസിറ്റി ഹൊറിസോണ്ടൽ വെലോസിറ്റി v0 ആണെന്നിരിക്കട്ടെ. ആ സമയത്ത് അതിൻ്റെ വെർട്ടിക്കൽ വെലോസിറ്റി 0 ആയി. നമ്മൾ വെർട്ടിക്കലായിട്ട് ഒരു മോഷൻ കൊടുത്തല്ല വിടുന്നത്, ഹൊറിസോണ്ടലായിട്ടാണ് എറിയുന്നത്. പക്ഷേ ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് ഇത് താഴോട്ട് ആക്സിലറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ താഴോട്ടൊരു വെലോസിറ്റി അതിന് രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും. ചുരുക്കത്തിൽ ഇത് ഒരു പരാബോളിക് പാത്തിൽ കൂടെ വീഴുക. അപ്പോൾ നിലത്ത് വരുന്നിടം വരെ നമ്മൾ എത്ര സ്പീഡിലാണോ ഹൊറിസോണ്ടലായിട്ട് എറിഞ്ഞത് ആ വെലോസിറ്റി അതിൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ. ഈ പുതിയ വെർട്ടിക്കൽ വെലോസിറ്റിയുടെ വരുന്നത് കൊണ്ട് റിസൾട്ടൻ്റ് വെലോസിറ്റി ചരിഞ്ഞു വരും. അങ്ങനെയാണ് ഇത് പരാബോളിക് പാത്തിൽ വരുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. ആക്സിലറേഷൻ
എപ്പോഴും ഫോഴ്സിൻ്റെ ഡയറക്ഷനിലാണ്. പക്ഷേ വെലോസിറ്റി ഫോഴ്സിൻ്റെ ഡയറക്ഷനിലായിരിക്കണമെന്ന് നിർബന്ധമില്ല. സർക്കുലാർ മോഷൻ എടുത്ത വെലോസിറ്റി ടാൻജൻറ്റിൽ കൂടെ, പക്ഷേ ആക്സിലറേഷൻ സെൻറ്ററിൽ, റേഡിയസിൽ കൂടെ സെൻറ്ററിലേക്കാണ്, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, when a force is applied, acceleration is always in the direction of the force, but velocity need not be in the direction of the force, or direction of motion need not be same as that of the applied force. ഇത്രയും കാര്യം വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ അടുത്തത് പോസ്റ്റിങ്ങിൽ തരാൻ പോകുന്നത്. താങ്ക് യു.